ദൈവിക ശക്തി നമുക്കിതിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്, ചരിത്രപരമായ ഒരു സംഭവം. ആസ്പ്രയിൽ ഉണ്ടായതായ സമയത്തും അങ്ങനെ വിവിധമായ പ്രദേശങ്ങൾ ഉണ്ടായതായ സമയത്തും ഒക്കെ നമുക്കത് കേൾക്കുവാനൊക്കെ ഇടയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ചരിത്രം എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ സംഭവമാണ്. പരിശുദ്ധാത്മാവില്ലെന്ന് ഒരു വ്യക്തി പറഞ്ഞാലും ചരിത്രത്തെ ആർക്കും നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ചരിത്രം എപ്പോഴും ചരിത്രമായിട്ട് തന്നെ നിൽക്കും. നമുക്കറിയാം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു ചരിത്ര സംഭവമായി നിൽക്കുകയാണ്. ഈ ചരിത്ര സംഭവം എന്ന് പറയുന്നത് ദൈവസഭയുടെ ജനനം എന്നാണ് അതിനെ വിളിക്കുന്നത്. ബർത്ത് ഓഫ് ചർച്ച്. ദൈവസഭയുടെ ജനനമാണ് അത് നടക്കുവാനെ കൊണ്ട് ഇവിടെയായി തീർന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതൊരു വാഗ്ദത്തമായിരുന്നു. അത് ഭാവി കാലത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ അവസാനിക്കുന്നതായ സമയത്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഇതിനിടയിൽ ഈ സംഭവം എപ്പോഴാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ്. ആ ദിവസത്തെയാണ് ദൈവസഭയുടെ ജന്മദിനം എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജനന ദിവസമുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ട ദിനമുണ്ട്, സ്നാനപ്പെട്ട ദിനമുണ്ട്. ദൈവസഭയുടെ ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എപ്പോഴാണ് ദൈവസഭയുടെ ജന്മം എന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു വട്ടപൂജ്യമാണ് കിട്ടുന്നത്. പക്ഷേ കാരണം ഇതിനു മുൻപും അനേക പ്രാവശ്യം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആലോചന നടന്നിട്ടുണ്ട്. അന്നൊന്നും ദൈവസഭ ഉണ്ടായില്ല. പിന്നെ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന ആ ദിനം ആണ് ജന്മദിനം എന്ന് പറയുന്നത്. അതിനെ AD 34 ദൈവസഭയുടെ ജന്മം കൊള്ളുവാൻ തക്കവണ്ണം ഇടയായിട്ടിരുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു BC 4 ജനിക്കുന്ന 33.5 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ AD 34 എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ AD 30 കർത്താവായ ഈ ജന്മം ഉണ്ടാകുവാനുള്ള കൂടെയാക്കുന്നത്. AD 30 ദൈവസഭ ആരംഭിക്കുന്നത്, ജന്മം കൊണ്ടത്. അപ്പോൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും എന്നായിരുന്നു നമ്മുടെ സഭയുടെ ജന്മം എന്ന് ചോദിച്ചാൽ AD 30 എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുവാൻ കൊണ്ടും കഴിയും. കാരണം BC 4 കർത്താവ് ജനിച്ചത് മുതൽ ഉള്ളതായ സമയം. ഇനി അടുത്തതായിട്ട് ഞാൻ ഉറപ്പിക്കുവാൻ കഴിയുന്നത് ഈ ചരിത്ര സംഭവം ഒരു ദിനം നമ്മൾ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചിന്തിപ്പാൻ കൊണ്ട് കഴിയുന്നത് ഇത് എവിടെയായിരുന്നു എന്നുള്ളതാണ്. യെരുശലേമിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. യെരുശലേമിൽ ഈ സംഭവം നടക്കുവാൻ കാരണം നമുക്കറിയാം, യെരുശലേമിൽ പെന്തക്കോസ്ത് നാളിന്റെ ആ സമയമായപ്പോൾ അനേകർ കടന്നു വന്നിട്ടുണ്ട്. ഏതൊരു യഹൂദനും ഒരു വർഷം 3 പ്രാവശ്യം യെരുശലേം ദേവാലയത്തിൽ ഫീസ്റ്റിന് വേണ്ടി, പെരുന്നാളിന് വേണ്ടി കടന്നു പോകേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാളിന് വേണ്ടി കടന്നു പോകണം. പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു ഉത്സവമാണ് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം മിസ്രയിൽ നിന്നും പുറപ്പെട്ടതായ ദിനം എന്ന് പറയുന്നു. രണ്ടാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് കൂടാര പെരുന്നാളാണ്. കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ അവർ കൂടാരങ്ങളിലാണ് പാർത്തത്. എന്ന് പറഞ്ഞാൽ അവർ തൽക്കാലം അവർ പാർക്കുന്നു. അടുത്ത ദിവസം ഏത് സമയത്തും മേഘം പൊങ്ങുമ്പോൾ അവിടെ നിന്നും യാത്ര പുറപ്പെടണം. അപ്പോൾ ആ കൂടാരങ്ങളിലാണ് പാർത്തിരുന്നത്. ഇത് ഓർപ്പിക്കുന്നത്
നിരന്തരമായിട്ടും ഇത് ചിന്തിപ്പാൻ കൊണ്ട് കഴിയുന്നത്. സ്ഥിരതാമസമാക്കുമ്പോഴും അവർ കൂടാതെ പെരുന്നാൾ ആചരിക്കുമ്പോൾ അവർ എപ്പോഴും വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ മരുഭൂമിയിൽ താൽക്കാലിക കൂടാരങ്ങളിൽ പാർത്തവരാണ്. നമുക്കും അറിയാൻ നമുക്ക് കഴിയും, നമ്മൾ എത്ര വലിയ ബിൽഡിംഗ് പണിത് നമ്മൾ താമസിച്ചാലും, എത്ര സമ്പത്ത് വലിച്ചു കൂട്ടിയാലും, എത്ര ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ ഇരുന്നാലും, നമ്മൾ ഈ ഭൂമിയിൽ കൂടാരവാസികളാണ്. കാരണം നമ്മൾ താമസിക്കുന്ന വീട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടതായിട്ട് വരും. ഇന്ന് എന്നെ സംബന്ധിച്ചോളം വളരെ വേദനയുളവാക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടാണ് ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് മുമ്പോട്ട് കടന്നു വരുന്നത്. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, ഇന്നത്തെ വചന ശുശ്രൂഷ മാറ്റിവെക്കാം എന്ന് ചിന്തിച്ച് ഞാൻ വർഗീസ് ബേബി വിളിക്കണമെന്ന് ചിന്തിച്ചു. എങ്കിലും ഞാൻ വിചാരിച്ചു വേണ്ട, ദൈവവചനം സംസാരിക്കട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഇളയ അമ്മച്ചിയുടെ ഇളയ സഹോദരൻ 75 വയസ്സ് പ്രായം, ഇവിടെ പോർട്ട്ലൻഡിൽ താമസിക്കുന്നു, എല്ലാവിധമായ സൗകര്യങ്ങളോടുകൂടി ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരീരത്തിൽ സൗഖ്യമില്ലാതിരുന്നു. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത ദൈവദാസൻ. അദ്ദേഹം മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ. അപ്പോൾ ഇത്രയധികം പ്രവർത്തിക്കുന്ന കർത്തദാസൻ ഇന്ന് ഉച്ചയാകുന്ന സമയത്ത് ഏകദേശം 4-5 മണിക്കൂറിന് മുൻപ്, about 7 hours back, 7 മണിക്കൂറിന് മുമ്പ് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കൊണമിടയായി തീർന്നു. കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതായ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഭാരമുണ്ടായി. കാരണം ഞങ്ങൾ അവിടെ പോകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതായ സമയത്ത് ഏത് വിധേനയും സുവിശേഷത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവമകൻ എന്ന നിലയിൽ താൻ പ്രിയമെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനൊക്കെ താൻ ഉത്സുകനായിരുന്നു. എന്നാൽ ആ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ സന്നിധിയിൽ താൻ വിറകിയം വെച്ച കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ദുഃഖത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത മാസം ഈ മാസം 14-ാം തീയതി ശനിയാഴ്ചയാണ് ഫ്യൂണറൽ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവ് സഹായിക്കുക, ദുഃഖത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇതേ പ്ലാറ്റ്ഫോമിൽ എൻ്റെ മരുമകൾ ഷീബ ചാൾസ് ദൈവവചനം ഘോഷിക്കുവാൻ ഇടയായി തീർന്നു. ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് തന്നെ അവൾക്ക് പെട്ടെന്നൊരു പ്രയാസമുണ്ടായി, ക്ലേശമുണ്ടായി. ഇടയ്ക്ക് വെച്ച് വചന ശുശ്രൂഷ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം വചന ശുശ്രൂഷ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി എല്ലാ കംപ്ലീറ്റ് ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചിപ്പോൾ വരുവാൻ ഇടയായി തീർന്നു. വന്നതായ സമയത്ത് ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്തു, വളരെ ആശ്വാസമായിരിക്കുന്നു, ഒരു പ്രയാസവും ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് പ്രിയപ്പെട്ടവളെ വിടുവിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ ഇതിനകത്ത് കയറിയ പ്രിയ സഹോദരിമാർക്ക് പ്രിയപ്പെട്ടവളെ നേരിട്ട് കാണുവാനും തന്റെ മെസ്സേജ് കേൾക്കുവാൻ ഇടയായിരുന്നു. പ്രാർത്ഥിച്ച സഹോദരിമാരോട് പ്രത്യേകമായ സ്നേഹം, നന്ദി ഈ സമയത്ത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാരണം, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ശക്തനായ കർത്താവാണ്. ചരിത്രം എന്ന് പറയുന്നത് ആ യെരുശലേമിൽ ആരംഭിച്ചതായ യെരുശലേമിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ സമയത്ത് പള്ളിയിലേക്ക്, അതായത് പെന്തക്കോസ്ത് പെരുന്നാളിൽ വന്നവരെല്ലാവരും ഇവിടെ വന്നില്ല, അവർ യെരുശലേം ദേവാലയത്തിൽ കടന്നു പോകുവാനിടയായി. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ചോളം ഒരു വർഷത്തിൽ 3 പ്രാവശ്യം അവൻ യെരുശലേം പള്ളിയിൽ പോകേണ്ടത് ആവശ്യമാണ്. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയത്തും അവർ പോകുവാൻ ഇടയായി തീർന്നു. ആ സമയത്താണ്, അതായത് 50-ാം ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു
ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 50 ദിവസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഈ പാസ് ഓവർ, അതല്ലെങ്കിൽ പാസ് ഓവറിന്റെ മലയാളം എന്താ? പാസ് ഓവറിന്റെ എന്താ പറഞ്ഞ? കടന്നുപോക്ക്. അതായത് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്, അത് പാസ് ഓവർ പെരുന്നാൾ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം മുതൽ 49 ദിവസം കൗണ്ട് ചെയ്യുമ്പോൾ 50ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. ആ സമയം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കണ്ടവർ, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം കണ്ടവർ, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കണ്ടവർ, ഇതെല്ലാം ദൃക്സാക്ഷികളായ ഈ അപ്പോസ്തലന്മാർ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം അനുഭവ സാക്ഷ്യമുണ്ടെങ്കിലും ഈ അനുഭവ സാക്ഷ്യങ്ങളെ എല്ലാം ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഒരു ചരിത്ര സംഭവം, ഇന്നേ വരെ ഭൂമിയിൽ നടക്കാത്ത ഒരു വലിയ ചരിത്ര സംഭവം അന്ന് നടന്നു. ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചതായിട്ട് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് വായിക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് അത് വായിക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ആ ചരിത്രം ഇന്നും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ദൈവസഭ ഒന്നിച്ചു കൂടുമ്പോൾ, നമ്മൾ വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ അഭൗമികമായ ഡിവൈൻ പവർ ആവശ്യമുള്ളവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്നുള്ള നിലയിൽ അന്ന് നടന്ന സംഭവം അന്നുകൊണ്ട് നിൽക്കുകയല്ല, അന്നുകൊണ്ട് തീർന്നു, അത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അനേകരെയും പല സഭകളെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അനേകരും പലരും അങ്ങനെ പറയുന്നുമുണ്ട്. പക്ഷേ അന്നുകൊണ്ട് നിന്നതല്ല, ഈ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അസൂസ സ്ട്രീറ്റിൽ നടന്നതായിരിക്കുന്ന ആ വലിയ ഉണർവിന് കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ അടുത്തിടയിൽ ഓസ്ബറിയിൽ നടന്ന ഉണർവിന്റെ കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമ്മുടെ സഭയിൽ, നമ്മുടെ വീടുകളിൽ ദൈവികമായ ഉണർവുണ്ടാകുവാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ചരിത്രം ഇന്നും നടന്നുകൊണ്ടേയിരിക്കുക. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിനൊരു തിയോളജിക്കൽ ആസ്പെക്ട് ഉണ്ട്. ദൈവശാസ്ത്രപരമായ ഒരു പ്രത്യേകത നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയും. എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിനെ നമ്മൾ പഴയ നിയമം നമ്മൾ ചിന്തിക്കുന്നതായ സമയത്ത് യഹോവയായ ദൈവം മോശ മുഖാന്തരം ഇസ്രയേലിന് കൊടുക്കുന്ന പ്രമാണത്തിൽ നമുക്ക് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഇതിന്റെ തിയോളജിക്കൽ ആസ്പെക്ട്, ദൈവശാസ്ത്രപരമായ ഉറപ്പ് എന്താണെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 23:16. വയലിൽ വിതച്ച വിതയുടെ ആദ്യഫലം എടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്കനി പെരുന്നാളും ആചരിക്കണം. ഇവിടെ വിളവെടുപ്പിന്റെ ആദ്യ ഫലം ആ സമയത്ത് ആചരിക്കേണ്ട ഒരു ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ ഏതൊരു കർഷകനും ആനന്ദം പകരുന്നതാണ്. ഏതൊരു കർഷകനും തന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്റെ അധ്വാനത്തിന്റെ ഫലം കാണുമ്പോൾ സന്തോഷിക്കുന്നതാണ്. ഇതിൽ കൃഷിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എൻ്റെ ഭാര്യ ശലോമി ഇവിടെ കൃഷി ഭയങ്കര താല്പര്യം, അതുപോലെ ഫ്ലവേഴ്സ് പൂക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ താല്പര്യം. അതിന് വെള്ളമൊഴിച്ച് ഇട്ട് അത് വളർന്ന് വന്ന് ആദ്യം ഒരു ഫലം കാണുമ്പോൾ, ആദ്യം ഉണ്ടാകുന്ന പൂ കാണുമ്പോൾ പലപ്പോഴും എന്നെ വിളിക്കും, കണ്ടോ ഇത് കണ്ടോ നല്ല പൂവ്,
നല്ല ഫലം എന്ന് പറയും. സന്തോഷത്തോടെ കാണിക്കുവാൻ തക്കളുണ്ട്. എവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് കൃഷിയോടുള്ള താല്പര്യമുണ്ടെങ്കിൽ, ഫലത്തോടുള്ള താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാകുന്ന ആ ഫലം, ആ പൂവ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടുകൂടി നമ്മൾ എടുത്ത് അതിനകത്തുനിന്ന് ഫലം ഭുജിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ, നമ്മൾ വില കൊടുത്ത് ഒരു പേരയ്ക്ക വാങ്ങിച്ചാൽ അതിന് വില കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയാം. എന്നാൽ നമ്മൾ തന്നെ നട്ടു വളർത്തിയ പേരത്തായിൽ നിന്നും ലഭിക്കുന്ന ഫലം ഭക്ഷിക്കുമ്പോൾ നമുക്കതിലൊരു പ്രത്യേക ആനന്ദം, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇവിടെ പറയുകയാണ്, ഇവിടെ ആദ്യ ഫലം എടുക്കുന്ന കൊയ്ത്ത് പെരുന്നാൾ, അത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. ആ പെരുന്നാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ചാണ് പറയുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ സന്തോഷത്തിന്റെ ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാള്. അധ്വാനത്തിന്റെ ഫലം എടുക്കുന്ന ദിവസമാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ 23-ാം അധ്യായത്തിന് 17-ാം വാക്യം വായിക്കുമ്പോൾ, സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങൾ എല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. കർത്താവായ യഹോവയുടെ മുമ്പാകെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ ലോർഡ് എന്ന് പറയുന്നത് അഭിസംബോധന ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഡയറക്റ്റ് ആണ് ചിന്തിപ്പാനായിട്ട് കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ദ ലോർഡ് കർത്താവെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുകയാണ്, സംവത്സരത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്തിന്റെ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവായ യെ കുറിച്ചാണ് പറയുവാൻ കോണമിടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു പെരുന്നാളായിട്ട് പെന്തക്കോസ്തിനെ കാണുവാനായിട്ട് കഴിയുന്നു. അത് അത് മോശ മുഖാന്തരം കൊടുക്കുന്ന ഈ പ്രമാണം, അത് നിരന്തരമായിട്ട് ഇസ്രായേൽ ആചരിച്ചു വന്നിരുന്നു എന്ന് പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകവും ഡ്യൂട്രോണമി, അതായത് ആവർത്തന പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമ്പേഴ്സ്, അതായത് സംഖ്യാപുസ്തകം 34-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 28-ന്റെ 26, അതായത് സംഖ്യാപുസ്തകം 28-ന്റെ 26. വാരോത്സവമായ ആദ്യഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടേണം. അവിടെ പ്രത്യേകം പറയുകയാണ്, ആദ്യ ഫല ദിവസം, അത് പെന്തക്കോസ്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യ ഫല ദിവസം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊരു വിശുദ്ധ സഭായോഗത്തിന്റെ ദിനമാണ്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അത് ഒരു വിശുദ്ധ സഭായോഗത്തിന്റെ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പ്രഖ്യാപിക്കപ്പെടുകയാണ് നമുക്ക് കാണുവാൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്കായിട്ട്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനായിട്ട് ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ കൂടി വരുന്നതായ സമയത്ത് നമുക്ക് അതിനെ വിശുദ്ധ സഭായോഗ ദിനം എന്ന് നമ്മൾ വിളിക്കുന്നു. വിശുദ്ധ സഭായോഗ ദിനം എന്ന് നമ്മൾ വിളിക്കുന്നു. കാരണം ഈ പെന്തക്കോസ്ത് നാളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരുവാൻ തക്കമുടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായ സമയത്ത് ഈ തിയോളജിക്കൽ ആസ്പെക്റ്റിൽ, ദൈവശാസ്ത്രപരമായിട്ട് ഈ പെന്തക്കോസ്ത് നാളിന് ഒന്നാമത് നമ്മൾ വിളിക്കുവാൻ പോകുന്ന പേര് ഫീസ്റ്റ് ഓഫ് ഹാർവെസ്റ്റ്.